ചോദ്യം സത്യം വരുന്നു പുറത്ത്. അല്ല, അതൊക്കെ കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തേണ്ടതാണ്. ആരെങ്കിലും വായി തോന്നിയത് പറയുന്നതൊന്നും സത്യമല്ല, യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ അന്വേഷണം വരട്ടെ, അപ്പൊ പറയാം. അതൊക്കെ UDF കൺവീനറല്ല, KPCCന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യൂലേ ഒരു കേസ് വന്നാൽ? ചിത്രങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ പോറ്റിയുമായിട്ട് നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യും. അതിപ്പോ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ വന്ന് ചോദിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആണോ? നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയത്? അതൊന്ന് പറഞ്ഞു തന്നെ എടുക്കാം. അല്ല, ഇതില് രാഷ്ട്രീയ പ്രേരിതമാണോ? എന്താണ് രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇതല്ലേ രാഷ്ട്രീയം. എന്നെ ചവിട്ടുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക, അതാണ് പൊളിറ്റിക്സ്. എന്നെ ഇല്ലാതാക്കുക, അതാണ് പൊളിറ്റിക്സ്. ഒരാളെയും രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യുക, അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നത്. ഒരു ബൂമറാങ്ങൂല. ഇതിനേക്കാൾ ഇതൊക്കെ നമ്മൾ കണ്ടു വന്നവരാണ്. നമുക്കിതൊന്നൊരു പ്രശ്നമല്ല. ഇവിടെ വേണ്ടി ചോദ്യം സത്യം വരുന്നു പുറത്ത്. അല്ല, അതൊക്കെ കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തേണ്ടതാണ്. ആരെങ്കിലും വായി തോന്നിയത് പറയുന്നതൊന്നും സത്യമല്ല, യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ അന്വേഷണം വരട്ടെ, അപ്പൊ പറയാം. അതൊക്കെ UDF കൺവീനറല്ല, KPCCന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യൂലേ ഒരു കേസ് വന്നാൽ? ചിത്രങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ പോറ്റിയുമായിട്ട് നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യും. അതിപ്പോ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ വന്ന് ചോദിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആണോ? നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയത്? അതൊന്ന് പറഞ്ഞു തന്നെ എടുക്കാം. അല്ല, ഇതില് രാഷ്ട്രീയ പ്രേരിതമാണോ? എന്താണ് രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇതല്ലേ രാഷ്ട്രീയം. എന്നെ ചവിട്ടുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക, അതാണ് പൊളിറ്റിക്സ്. എന്നെ ഇല്ലാതാക്കുക, അതാണ് പൊളിറ്റിക്സ്. ഒരാളെയും രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യുക, അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നത്. ഒരു ബൂമറാങ്ങൂല. ഇതിനേക്കാൾ ഇതൊക്കെ നമ്മൾ കണ്ടു വന്നവരാണ്. നമുക്കിതൊന്നൊരു പ്രശ്നമല്ല. ഇവിടെ വേണ്ടി ചോദ്യം സത്യം വരുന്നു പുറത്ത്. അല്ല, അതൊക്കെ കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അന്വേഷണത്തിൽ മാത്രം കണ്ടെത്തേണ്ടതാണ്. ആരെങ്കിലും വായി തോന്നിയത് പറയുന്നതൊന്നും സത്യമല്ല, യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ അന്വേഷണം വരട്ടെ, അപ്പൊ പറയാം. അതൊക്കെ UDF കൺവീനറല്ല, KPCCന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യൂലേ ഒരു കേസ് വന്നാൽ? ചിത്രങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ പോറ്റിയുമായിട്ട് നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യും. അതിപ്പോ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണോ നിങ്ങൾ വന്ന് ചോദിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആണോ? നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയത്? അതൊന്ന് പറഞ്ഞു തന്നെ എടുക്കാം. അല്ല, ഇതില് രാഷ്ട്രീയ പ്രേരിതമാണോ? രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? ഇതല്ലേ രാഷ്ട്രീയം. എന്നെ ചവിട്ടുക, എന്നെ കൊല്ലാൻ ശ്രമിക്കുക, അതാണ് പൊളിറ്റിക്സ്. എന്നെ ഇല്ലാതാക്കുക, അതാണ് പൊളിറ്റിക്സ്. ഒരാളെയും രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യുക, അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ആ രാഷ്ട്രീയമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നത്. ഒരു ബൂമറാങ്ങൂല. ഇതിനേക്കാൾ ഇതൊക്കെ നമ്മൾ കണ്ടു വന്നവരാണ്. നമുക്കിതൊന്നൊരു പ്രശ്നമല്ല. ഇവിടെ വേണ്ടി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.